മുത്തശ്ശി, ഈ കാലത്ത് ഇതൊക്കെ വളരെ കോമൺ ആണ്. മുത്തശ്ശി വെറുതെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ വിജയ് ശിവാനിയും പോകുന്ന റെസ്റ്റോറന്റിലേക്ക് ലക്ഷ്മിയും കൂട്ടി ഞാനും കൂടെ പോവാം. രണ്ടുപേരും കൂടി പോവുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമുക്ക് പോയാലോ ലക്ഷ്മി? ദേവാ, എൻ്റെ സഹോദരിമാരെ ഇന്ന് വരെ ഞാൻ ഒരിക്കലും ഒരിടത്തേക്കും തനിച്ചു വിട്ടിട്ടില്ല. അതിന് ഞാനല്ലേ കൊണ്ടുപോകുന്ന ഗൗതം. 4 പേരും പോയിട്ട് വരും. വിട്ടേക്ക് ഗൗതം. എന്താ മോളെ, നീ എന്തു പറയുന്നു? ലക്ഷ്മി എല്ലാത്തിനും മൗനം പാലിക്കുകയുള്ളൂ. ലക്ഷ്മി, ദേവന്റെ കൂടെ പോയിട്ട് വാ മോളെ. സൂക്ഷിച്ചു പോയിട്ട് വാ. വരൂ, നമുക്ക് പോവാം. ഞാൻ പോയിട്ട് വരാം. പക്ഷെ വിജയ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോകുന്ന അടിക്ക് എനിക്കിവിടെ വേണ്ടാന്ന് വിജയിയെ കൊണ്ട് തന്നെ ഞാൻ പറയിച്ചു. Hello sir. Hello madam. Hello. Order please. 1 cold drink, 2 straws. അപ്പൊ നിങ്ങൾക്കോ? നമുക്ക് തന്നെ. നെക്സ്റ്റ് ഓർഡർ പിന്നെ പറയാം. ഇപ്പൊ പൊക്കോ. Okay sir. താങ്ക് യു. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒരു മണുകുണാഞ്ചം വന്നിരിക്കുന്നു. ഈ മോന്തയും വച്ചിട്ട് എന്റെ അടുത്ത് ഷോ ഇറക്കുക. ആഹാ. നീ കൂടുതലും ഏത് വ്രതം എടുക്കുന്നത് ലക്ഷ്മി? ഞാൻ പറയട്ടെ, മൗനവ്രതം. Am I right? ദേവൻ എൻ്റെ സഹോദരിയോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കുന്നത്. എന്തു പറയാൻ, എൻ്റെ ലക്ഷ്മിയാണെങ്കിൽ നാണം കൊണ്ട് ദേവനോടൊന്നും മിണ്ടാതിരിക്കുന്നു. പതുക്കെ അവളും സംസാരിച്ചോളും. താങ്ക് യു. It's okay sir. Come on. Order please sir. എന്താ വേണ്ടത് ലക്ഷ്മി? എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ എനിക്ക് വിഷമാവും. കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, എനിത്തിങ്. നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എന്താ വേണ്ടത് പറയ് ലക്ഷ്മി, പ്ലീസ്. കോഫി. കോഫിയോ? അതാകുമ്പോ കുറച്ച് ചൂടുണ്ടാവുമല്ലോ. ഫ്ലർട്ട് ചെയ്യണമെന്ന് വിചാരിക്കല്ലേ? 2 കോഫി പ്ലീസ്. Okay sir. പിന്നെ ലക്ഷ്മി,
നീ വളരെ ഹോട്ടാണ് കേട്ടോ. ഐ മീൻ, എന്നോട് ഉള്ളിൽ ഇത്രയും ദേഷ്യം വെച്ചിട്ട് എന്തുകൊണ്ടാ ചൂട് കോഫി തന്നെ ഓർഡർ ചെയ്യുന്ന മനസ്സിലാവാത്തത്? ഇറ്റ്സ് ഓക്കെ. നീ ചോദിച്ചാ എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ് ടൈം ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ നീ അതെനിക്ക് തരുമല്ലോ അല്ലേ? അയ്യോ, നീ എന്തെങ്ങനെ വേർക്കുന്നേ? കുറച്ചുകൂടെ തണുപ്പ് കൂട്ടാൻ പറയട്ടെ? വെയിറ്റർ, ഒന്നും വേണ്ട. ലക്ഷ്മിക്ക് നല്ല ടെൻഷനുള്ളത് പോലെ തോന്നുന്നു. പാവം, ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് അവൾ ഇതുവരെ ഒറ്റയ്ക്ക് വന്നിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ലക്ഷ്മി ദേവനോട് സംസാരിക്കാത്തതുകൊണ്ട് ദേവൻ എന്ത് ചിന്തിക്കുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. പാവം. അയ്യോ, വക്കീല് വിളിക്കുന്നുണ്ടല്ലോ. ഇയാള് കാണാതെ ഞാൻ എങ്ങനെ വക്കീലിനോട് സംസാരിക്കും? നീ തമാശയല്ലേ കാണിച്ചത്? അതുകൊണ്ടല്ലേ കൂൾ ഡ്രിങ്ക് ഗ്ലാസ് പിടിച്ചു വാങ്ങി മുഴുവനും നീ തന്നെ കുടിച്ചത്? അതല്ലേ സത്യം? അതെ അതെ. എക്സ്ക്യൂസ് മീ, ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരട്ടെ. മൈ പ്ലഷർ. ഹലോ ലോയർ സാർ. നീ എവിടെയുള്ള മോളെ? ഞാൻ പുറത്താ ഉള്ളത്. എന്താന്ന് പറയോ? നീ വീട്ടിലാണെങ്കില് വലിയച്ഛനുണ്ട്, അമ്മുമ്മയുണ്ട് എന്നൊക്കെ ചാക്കുപോക്ക് പറഞ്ഞ് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ ഫോൺ വെച്ച് കളയും. സോറി സാർ. സാരമല്ല മോളെ, പറ്റുമെങ്കിൽ ഒന്ന് വന്നിട്ട് വെക്കോളൂ. നിന്റെ ചേച്ചിയുടെ കേസ് ഹിയറിംഗിന് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം. ശരി സാർ, 10 മിനിറ്റിൽ ഞാൻ അങ്ങ് എത്താം. ഓക്കെ. ഇവിടുന്ന് എങ്ങനെയാ പുറത്തോട്ട് പോകുന്നേ? ഈ വിജയെ എങ്ങനെയും പറ്റിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ലോയർ സാറിനെ കാണാൻ പോണം. കുടിക്കേ. പതുക്കെ കുറച്ചായിട്ട് കുടിക്കുക. ഇല്ലെങ്കിലേ സ്ട്രോബെറി പോലെ മൃദുലമായ നിന്റെ ചുണ്ടുകൾ ചൂട് സഹിക്കാൻ പറ്റാതെ ചെറുതായിട്ടൊന്ന് പൊള്ളിയാൽ പോലും എനിക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പതുക്കെ സമയമെടുത്ത് കുടിക്കുക. നമ്മുടെ ആളിത് എവിടെ പോയി? വാഷ്റൂമിൽ പോയിട്ട് ശിവാനി ഇതുവഴിയായിരിക്കും വരിക. ഒരേ കൂൾ ഡ്രിങ്ക്സിലെ 2 സ്ട്രോ ഇട്ട് കുടിച്ച് റൊമാൻറ്റിക് ആകാന്ന് വെച്ചപ്പോൾ അത് മിസ്സയച്ചേ. ബേരർ നിൽക്ക്. താങ്ക് യു സാർ. ഇത് ടിപ്പല്ല, കടമായിട്ടാണോ? ഇത് കടമായിട്ടും അല്ല തരുന്നത്, നിനക്ക് തന്നതാ. എൻജോയ്. താങ്ക് യു സാർ. പക്ഷെ നീ ശിവാനിയെ എൻ്റെ മേലേക്ക് വീഴ്ത്തണം. ശിവാനി എന്ന് പറഞ്ഞാൽ ഓ, സാറിന് മുൻപേ കസേരയിലിരുന്ന ആൾ അതല്ലേ? യെസ്. വാഷ്റൂമിൽ നിന്ന് ഇതുവഴിയായിരിക്കും വരിക. വന്നതും എൻ്റെ മേലേക്ക് വീഴുന്ന പോലെ ചെയ്യണം. വരുന്നുണ്ട്. ജ്യൂസ് ഒഴിക്കേ. ഓക്കെ സാർ.
വാ ശിവാനി വാ. നിങ്ങൾ എന്താ ഇവിടെ? ഒരു ജോലി ആയിട്ട് വന്നതാ. ഓഹോ, അനിയത്തി തനിച്ചു വിടാൻ വയ്യാത്തതുകൊണ്ട് വന്നതല്ലേ? അല്ലാതെ പിന്നെ നിന്നെ കാണാനായിട്ട് വന്നതാ. എനിക്ക് വേണ്ടിയാണ് വന്നിരുന്നെങ്കിൽ അത് കൊള്ളായിരുന്നു. ഇവന്റെ ഒരു കാര്യം. ശിവാനി എന്റെ മേത്ത് വീഴുമെന്ന് വിചാരിച്ചപ്പോ ഈ ദരിദ്രവാസി ആ മേത്ത് വന്ന് വീണത്. ഏട്ടൻ മറന്നു അല്ലേ? എന്നെ ഷോപ്പിങ്ങിന് വേണ്ടി കടയിൽ കൊണ്ടുവന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ശരി, വാ നമുക്ക് ഇറങ്ങാം. അല്ല, ഇപ്പോൾ എവിടെ പോകുന്നു? ശിവാനി, ശിവാനി, ശിവാനി. ശിവാനി, ഒന്ന് പതുക്കെ ഓട്ടിക്കടോ. ശിവാനി. കാർ ഇത്ര പെട്ടെന്ന് കണ്ണിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഈ റോഡിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. താങ്ക് ഗോഡ്, എന്റെ സമയം നല്ലതാ. ലോയർ സാറിന്റെ വീട്ടിൽ തന്നെ കൊണ്ട് നിർത്തിയല്ലോ. സോറി സാർ, കുറച്ച് ലേറ്റ് ആയി പോയി. സാരമല്ല മോളെ, ഇരിക്കെ. പെൻഡിങ് കേസസിൽ താമസം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ശീലമാ. എന്നാ എന്റെ ഗായത്രി ചേച്ചിയുടെ കേസ് ഇതിനും അപ്പുറത്ത് ഡിലേ ആവാൻ പാടില്ല സാർ. ഇനി എന്തിനാ ഡിലേ ആവുന്നത്? എന്തായാലും ഹിയറിംഗിന് വന്നല്ലോ. ഈ മാസമെങ്കിലും ജഡ്ജസ് നിന്റെ വാദം കേൾക്കാൻ തയ്യാറായിരിക്കുകയാണ്. ആ ദിവസത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത് സർ. മറ്റൊരു കാര്യം കൂടി, ഇപ്പോ നീ പോലീസിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് കേസിന് വലിയ ഗുണമൊന്നും ചെയ്യില്ല.
സാർ എന്താ ഈ പറയുന്നേ? നീ പറഞ്ഞിരിക്കുന്നത് നിന്റെ ചേച്ചി ഗാർഹിക പീഡനത്തിലാണ് മരിച്ചിരിക്കുന്നതെന്നാണ്. പക്ഷേ പുതിയ സബ് ഇൻസ്പെക്ടർ പറഞ്ഞിരിക്കുന്നത് ഗൗരി ആത്മഹത്യ ചെയ്തതാണെന്നാ. തുടർ പഠനം നടക്കാത്തതിലുള്ള ഗിൽറ്റി ഫീലിംഗില് സ്വയം തൂങ്ങി മരിച്ചു എന്നാണ് റിപ്പോർട്ട്. ആരാ ആ സബ് ഇൻസ്പെക്ടർ? വേറെ ആരാ മോളെ, നിന്റെ ചേട്ടൻ ദേവരാജൻ തന്നെയാ. വിവരമുണ്ടോ തനിക്ക്? എന്തിനാ കാറിന്റെ കുറുകെ വന്നത്? റെസ്റ്റോറൻറ്റിൽ വെച്ച് നിങ്ങളുടെ കാറിന്റെ ഡിക്കിയിൽ ഒരു പെണ്ണ് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നാലെ വന്നത്. കാറിന്റെ അടിക്കലോ? അതെങ്ങനെ ശരിയാകും? സംസാരിച്ചേക്കാതെ പോയി നോക്ക്. ശരി, വന്ന് നോക്ക്. ആ നോക്ക്. എന്താ ഇത്? അവളിത് എവിടെ പോയി? ആരുമില്ലല്ലോ. എന്തിനാ ഇവിടുത്തെ സമയം കളയുന്നത്? ഒരു മിനിറ്റ്, കാറ് ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിർത്തിയായിരുന്നു? ഇതിനു മുമ്പ് വെള്ളം വാങ്ങാനായി ഒരു കടയുടെ മുമ്പിൽ നിർത്തിയിരുന്നു. എവിടെ? ജവഹർ നഗറിന്റെ അടുത്ത്. അപ്പൊ അവൾ അവിടെ ഇറങ്ങി കാണും. എന്റെ ഏട്ടൻ അങ്ങനെ ഒരു റിപ്പോർട്ട് തന്നോ? അതെ മോളെ, വേണമെങ്കിൽ ഇതാ ഈ ഫയൽ എടുത്ത് നോക്കിക്കോ. വല്യച്ഛ കാരണം എന്റെ ചേച്ചിയുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിരിക്കുമ്പോ ഇപ്പോ അയാളുടെ മകൻ കാരണം ചേച്ചിക്ക് വേണ്ടിയുള്ള കേസും തോൽക്കാൻ പോവാണോ? എന്തു പറ്റി മോളെ? മോളെ ശിവാനി, ഒന്ന് നിക്ക്. അല്ല, നീ ഇതെവിടെ പോയതാ? ആരോടൊന്നും പറയാതെ ഇങ്ങ് വന്നല്ലേ? ഒറ്റ ശിവാനി, എന്തു പറ്റി? എന്തിനാ നീ കരയുന്നത്? ചേട്ടന് അനിയത്തിമാരെ എന്തുമാത്രം ഇഷ്ടമാണോ എന്റെ ചേച്ചിയെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടം. എന്തായാലും എന്റെ ചേച്ചിയുടെ കേസ് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ജയിക്കണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഓടിപ്പോയതായിട്ടാണോ തോന്നിയത്? ഞാൻ എങ്ങോട്ടും പോയില്ല. നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണമൊക്കെ നടക്കും. സോറി ശിവാനി. നിങ്ങളുടെ സോറിയും ക്ഷമയും ഒന്നും എനിക്ക് വേണ്ട. റെസ്റ്റോറന്റിലേക്ക് പോകാം. വണ്ടി എടുക്ക്. നീ ഇപ്പോഴും ആ ശശികുമാറിനെ സ്നേഹിക്കുന്നുണ്ടോ? എന്താ ഞാനിങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാ, അവൻ നിന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് നീ അവിടെ വന്നപ്പോൾ നിന്നെ ആസ്വദിച്ച് നോക്കുന്നത് കണ്ടായിരുന്നു. എന്താ അങ്ങനെ? ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണം ലക്ഷ്മി. എനിക്കറിയില്ല. ഞാൻ വീട്ടിലേക്ക് പോവാ. ലക്ഷ്മി, ഒരു മിനിറ്റ്. എന്തുപറ്റി? പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന എന്താ? പറയ് ലക്ഷ്മി, നിന്നോടാ ഞാൻ ചോദിക്കുന്ന. ഒന്നിച്ചല്ലേ വന്നത്, ഒന്നിച്ച് തന്നെ പോവാ ഏട്ടാ. ഓ ഫൈൻ, അത് പോട്ടെ.
ഞാൻ സംസാരിച്ചിട്ട് ഇപ്പോൾ വരാം, ഒരു അത്യാവശ്യ കോളാ. ഹലോ സർ. അതെ സർ. ഏയ്, നീ എന്തിനാ എന്റെ പുറകെ വരുന്നേ? അവൻ അവിടെ നിന്നെ കാണാതെ ഭ്രാന്ത് പിടിച്ച് നടക്കോ? നീ പോവാൻ നോക്ക്. അവന് ഭ്രാന്തി തന്നെയാ. അതെ, നിന്നെയല്ലേ കെട്ടാൻ പോകുന്നത്. നിങ്ങളെ ഉണ്ടല്ലോ.